അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ നമ്മോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും പരിശോധിക്കുമ്പോൾ മുഅ്മിനീങ്ങളായ നമ്മളോട് വിശുദ്ധ ഖുർആൻ നേരെ സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും ഓരോ മനുഷ്യന്മാരോടും ഓരോ സൃഷ്ടികളോടും വിശുദ്ധ ഖുർആൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കുക തന്നെ ചെയ്യരുത്. അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നിങ്ങൾ എന്നോട് പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ഓരോ വിശ്വാസികളും എടുക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കാണ് നിർഭയം, അവർക്കാണ് സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ. വിശ്വസിച്ചവരായ ആളുകളുണ്ടല്ലോ, അവർ അവരുടെ വിശ്വാസത്തെ കുഫറുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. അവരുടെ വിശ്വാസത്തിൽ ഒരിക്കലും കുഫർ സംഭവിക്കുന്നില്ല. അവരുടെ വിശ്വാസം ഒരിക്കലും കുഫറിനോട് ചായുന്നില്ല. അത്തരക്കാരുണ്ടല്ലോ, ഉലായിക ലഹുമുൽ അംനു, അവർക്കാണ് സുരക്ഷ ലഭിക്കുന്നത്. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലാകുന്ന സച്ചിതരായ ആളുകളെന്ന് പറയുന്നത്. കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൽ ശിർക്ക് കലരാൻ പാടില്ല, അത് നമ്മുടെ ഈമാനിൻ്റെ സുരക്ഷയെ നഷ്ടപ്പെടുത്തുമെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. തൗഹീദ് ശുദ്ധിയായി സംരക്ഷിക്കുന്നവർക്കാണ് ദുനിയാവിലും ആഖിറത്തിലും സമാധാനമെന്ന് പറയുന്നത്. ആ തൗഹീദിനെ ശുദ്ധിയോടുകൂടെ കൊണ്ടു നടക്കുന്ന ആളുകൾക്കാണ് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദീങ്ങളായ കൂട്ടത്തിൽ, അള്ളാഹുവിനെ ഏകനാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായിട്ടുള്ള നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തോട് ഒരിക്കലും നാം കൂറ് കാണിക്കാതിരിക്കാൻ പാടില്ല. എപ്പോഴും ആ വിശ്വാസത്തോട് കൂറ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറയുന്ന ആ ശിർക്കിനെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചു മാറ്റുക എന്നുള്ളതാണ്. അത് വിശുദ്ധമായിട്ടുള്ള ഈ ഒരു സൂറത്തിലൂടെ, സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തിലും നിയ്യത്തിലുമൊക്കെ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാളെയും പങ്കാളികളാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ചേർത്തി പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറയുന്നത്, ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹും ഇഖ്തദിഹ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹ് പറയുന്നുണ്ട്, അവരുടെ മാർഗം നിങ്ങൾ പിന്തുടരുക. അതായത് മുൻഗാമികളായ പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹ് വളരെ കൃത്യമായിട്ട് പരാമർശിച്ചു. എന്നിട്ട് പറയുന്നത്, അവരുടെ മാർഗം റസൂലെ നിങ്ങൾ പിൻപറ്റുക, അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക. എന്നിട്ട് നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഈ ഹിദായത്തിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ ഒരു കൂലിയും പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളോട് ഒരു കൂലിയും ഞാൻ ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഇത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. ദഅവത്ത് എന്ന് പറയുന്നത് ഒരു കച്ചവടമല്ല, പ്രബോധനമെന്ന് പറയുന്നത് ഒരു കച്ചവടമല്ല, മറിച്ച് നിസ്വാർത്ഥമായ ഒരു സേവനമാണ്. അതാണ് ദീൻ പഠിപ്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിനെ കണ്ടത് ഒരു നിസ്വാർത്ഥ സേവനമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ മേലിൽ ഞാൻ നിങ്ങളോട് ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഈ ദഅവത്തിൻ്റെ പേരിൽ, ഈ പറയപ്പെടുന്ന ഹുദയെ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളുടെ പക്കലിൽ നിന്നും ഒരു കൂലിയും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ ആവശ്യപ്പെടുന്നത്.